എത്ര വില കൊടുത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഒപ്പം നിൽക്കത്തേയുള്ളൂ, ഞാൻ ഒരിക്കലും ചതിക്കത്തില്ലെന്ന് അനീഷ് പറയുന്നു. ഒറ്റയ്ക്ക് കിടന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ബിഗ് ബോസ് ഞാനിവിടെ ജീവിക്കാനാണ് വന്നത്, ഇവരൊക്കെ ഇവിടെ ഗെയിം കളിക്കാൻ വന്നു. എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല ബിഗ് ബോസ്, ഞാൻ ജീവിക്കാൻ വന്നു, എനിക്ക് പറ്റിയ തെറ്റതാണ്. ഇവിടെ എല്ലാവരും ഗെയിം കളിക്കാനാണ് വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമായിരുന്നു. ഫ്രണ്ട്ഷിപ്പിനൊന്നും ഇവിടെ യാതൊരു വിധമായ സ്ഥാനവുമില്ല, വെറും കെട്ടുകാഴ്ചകൾ മാത്രം, മരീചിക. മായ കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ കാണുന്നൊരു വിഷ്വൽ മാത്രം. അതാണ് ഇവിടുത്തെ ഫ്രണ്ട്ഷിപ്പ്. എന്നെ ഒട്ടും വിശ്വസിക്കാത്ത ആൾക്കാരെ എനിക്ക് എന്തിനാണ് ബിഗ് ബോസ്? അനീഷ് ചോദിക്കുകയാണ്. അനീഷ് ഓരോ ചോദ്യങ്ങൾക്കും അവസാനം ബിഗ് ബോസ് എന്ന് ചേർക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്കൊരു ഇറിറ്റേഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട് ചേർക്കാത്തതാണ്. എനിക്ക് വിരലിലെണ്ണാവുന്ന ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അവരെ ചതിച്ചിട്ടുമില്ല, അവരെന്നെ ചതിച്ചിട്ടുമില്ല. അനീഷ് മാത്രമേ ഉള്ളൂ ബെഡ്റൂമിൽ. ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും ഡൈനിങ്ങിലിരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അനീഷിനെ കാണാനായിട്ട് ആര്യൻ വന്നിട്ട് വിളിക്കുന്നുണ്ട്, അനീഷേട്ടാ വാ, ആഹാരം കഴിക്കാനായിട്ട് വാ. അന്നേരം ആര്യനോട് അനീഷ് പറയുന്നുണ്ട്, ഇല്ല ആര്യൻ, ഇവിടെ കൊണ്ടുപോവാ, ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയുന്നു. ഷാനവാസിൻ്റെ അടുത്ത് വന്നിട്ട് ആര്യൻ പറയുന്നുണ്ട്, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് കൊണ്ട് വിശന്നവിടെ കിടക്കുകയാണ്, നല്ലതായിട്ട് വിശക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല, ഭക്ഷണം അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഷാനവാസ് പറയാണ്, ഇല്ല അങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടുപോകത്തില്ല, ഇവിടെ വന്ന് കഴിക്കേണ്ടി വരും. അപ്പോഴത്തേന് സീരിയസ് ആയിട്ട് ആര്യം പറയുന്നു, അല്ല ഞാൻ തമാശയ്ക്ക് പറയല്ല, നിങ്ങളുടെ ഫ്രണ്ട് വിശന്ന് അവിടെ കിടക്കുകയാണ്, വേഗം ഭക്ഷണം അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. ബിഗ് ബോസ് എനിക്കിട്ട് ഓരോ പണി തരുന്നത്, ഇത്രയും സ്നേഹത്തിലിരുന്ന മിത്രത്തിനെ ഇപ്പം ആകെ പിണക്കത്തിലായിരിക്കുകയാണ്. അനീഷ് ഷാനവാസ് ആ ഒരു പ്രാങ്കാണെന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇന്ന് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആര്യനെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ അനീഷ് പറയുകയുണ്ടായി. അനീഷ് ഭക്ഷണം കഴിക്കാനായിട്ട് എണ്ണീറ്റ് വരുന്നു. അപ്പം ഷാനവാസ് ആഹാരം കൊണ്ടുവന്ന് പ്ലേറ്റ് കയ്യിലോട്ട് കൊടുക്കുന്നു. അത് ഡൈനിങ്ങിൽ വെച്ചിട്ട് കൈ കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആര്യം പറയാണ്, 3 വയസ്സുള്ള കുട്ടികളെ പോലെ പിണങ്ങുന്നു. എന്തോന്നാ ഇതൊക്കെ?